സകലതും ഇപ്പൊ തമ്മിൽ തല ധരിച്ച വീടില്ല എന്റെ ഭഗവതി. ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പി വി അൻവർ. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നത്. കൊല്ലും കൊലയും നടത്തുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, സംസ്ഥാനത്തിന്റെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP കള്ളക്കടത്ത് ഗ്യാങ്ങിന് നേതൃത്വം നൽകുകയാണ് തുടങ്ങി കടന്ന ആരോപണങ്ങളാണ്. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് നീ എന്തേ നേരത്തെ പറഞ്ഞില്ല? അതെങ്ങനെ അത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞാ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കും? അപ്പോൾ ജപ്പാനിലേക്ക് കേരളത്തിൽ നിന്ന് നീരാവിയായി പോകുന്ന എന്താ പിന്നെ കാർമികങ്ങളെ തടഞ്ഞു നിർത്താൻ അല്ലെങ്കിൽ ജപ്പാനിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ടോ? എന്നിട്ടൊരു വാക്ക് അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ ഇതിനെ കുറിച്ച്. എന്താ കുട്ടി ഇത്? ഞാനൊരു ശൈലീ പ്രയോഗം തൊടുത്തു വിട്ടെന്നല്ലേ ഉള്ളൂ. ഇവിടെ എന്റെ ചോദ്യം, ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA വളരെ പരസ്യമായി പറയുന്നു, ഇവിടെ DGPയും ADGPയും തമ്മിലുള്ള തർക്കം നിൽക്കട്ടെ, DGP ആരാണെന്ന് പോലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല, പേര് ചോദിച്ചാൽ അറിയില്ല. ഞാനല്ല സർ. കാരണം അദ്ദേഹത്തിന് ഒരു പ്രസക്തിയുമില്ല. ഇവിടെ പ്രസക്തി മുഴുവൻ ശ്രീ MR പിന്നെ അജിത് കുമാറിനാണ്. സൂപ്പർ DGPയാണ്, സൂപ്പർ DGPയും സൂപ്പർ മുഖ്യമന്ത്രിയുമാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ സൂപ്പർ ആഭ്യന്തരമന്ത്രിയായ പദമെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാം. ആർക്കാണ്? P ശശിക്ക് കൊടുക്കാം. അപ്പോൾ സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി P ശശിയും സംസ്ഥാനത്തിന്റെ DGP ആയി MR അജിത് കുമാറും ഇവിടെ വിലസുമ്പോ അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതെ എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് നാല് പൊട്ടിക്കണം. ഭരണപക്ഷത്തെ ഒരു MLA പരസ്യമായി വന്ന് പറയുന്നു, അദ്ദേഹം നേരത്തെ പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ, ഏറ്റവും അവസാനം അദ്ദേഹം വന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ MR അജിത് കുമാർ 2 കോടി രൂപ കൈക്കൂലി വാങ്ങിക്കൊണ്ട് ഒരു കേസ് അട്ടിമറിച്ചു എന്ന് പറയുന്നു. രണ്ടാമത്തേത് MR അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനലാണ്. ഈ കാക്കിക്കുപ്പായത്തിനുള്ളിലെ മനസാക്ഷി മരിച്ചു മരവിച്ചു പോയിട്ടില്ലെങ്കിൽ ഈ സംഭവങ്ങളെ കുറിച്ച് സാർ ആദ്യം നൊട്ടോറിയസ് ക്രിമിനലാണ്. അദ്ദേഹത്തിന്റെ ഈ ഇത്തരം അഭ്യാസങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് ദാവൂദ് ഇബ്രാഹിമിന്റെ കളത്തിലാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് ഈ ഭരണകക്ഷി MLA പറയുന്നത്. നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ സ്വർണ്ണക്കള്ളക്കടത്ത്, അതായത് രാജ്യദ്രോഹ കുറ്റം, എന്തിനാണോ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങിക്കുന്ന പോലെയാണല്ലോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. ശ്രീ ശിവശങ്കറിനെ അവിടെ നിയോഗിച്ചിരുന്നത്. അദ്ദേഹം ഏത് കേസിലാണോ പ്രതിയായിട്ടുള്ളത്, അതുപോലെ തന്നെ MR അജിത് കുമാർ ഇത്തരത്തിൽ രാജ്യദ്രോഹ കുറ്റമായ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് കൂട്ടുനിൽക്കുന്നു. ജീവിതമാണ് നിന്റെ വക്കോൽ തുറു കൊല നടത്തിക്കുന്നവനാണ്, അതായത് കൊലപാതകം ചെയ്യിക്കുന്ന ആളാണ് എന്ന് ഒരു അഡീഷണൽ DGPയെ കുറിച്ച്, ലോ ആൻഡ് ഓർഡറിന്റെ അഡീഷണൽ DGP MR അജിത് കുമാറിനെ കുറിച്ച് ഭരണകക്ഷി MLA പറയുന്നു. ചുരുക്കി പറഞ്ഞ ഞങ്ങളെ പോലെ അമ്മാവന് ഒരു ഒന്നാം തരം പിഴയാ. അതിനൊക്കെ അപ്പുറത്തേക്ക് മന്ത്രിമാരുടെ ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുന്നു. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും, ഐ മീൻ ലോക പരാജയം. ശ്രീ ജ്യോതികുമാർ, ഈ പറഞ്ഞ ഫോൺ ചോർത്തൽ ഒഴികെയുള്ള ആരോപണങ്ങളൊക്കെ വിശ്വസനീയമാണോ എന്നൊരു പ്രശ്നം. നമ്മൾ കണ്ടിട്ടില്ല, കാണാത്തത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കൂല. ദുബായ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ദുബായ് ഇല്ലേ? ഞാൻ ചോദിക്കുന്ന അഭിലാഷ് അല്ല, ഞാൻ ഒരുപാട് ആരോപണങ്ങൾ താങ്കൾ എന്നോട് ചോദിക്കുമ്പോ ഞാനും താങ്കളും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. ഇത്രയും നേരമായിട്ടും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന, അദ്ദേഹത്തിന് വേണ്ടി കൈ ഉയർത്തുന്ന ഒരു MLA ഇത്രയും ഗുരുതരമായ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും അതിന് എന്നോടല്ല ചോദിക്കേണ്ടത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടാണ്. ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ മുഖ്യമന്ത്രി എന്തേ മറുപടി പറയുന്നില്ല? അതിന് മറ്റാരോടും നമ്മൾ തമ്മിൽ ചർച്ച ചെയ്ത കാര്യമുണ്ടെന്നേ, എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? തട്ടിപ്പാണല്ലേ. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. അല്ലാതെ എന്ത് ചെയ്യാം? ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.